ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ തിരുവനന്തപുരം കന്യാകുമാരി യാത്രയിലെ രണ്ടാമത്തെ ദിവസത്തിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കന്യാകുമാരിയിലെ പ്രസിദ്ധമായ തിരുവള്ളുവർ പ്രതിമ, വിവേകാനന്ദ പാറ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കോവളം ബീച്ചും തിരുവനന്തപുരം സൂവിലുമാണ് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പോയത്. തലേ ദിവസം വൈകുന്നേരം കന്യാകുമാരി ബീച്ചിൽ വന്നപ്പോൾ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ബോട്ടിങ്ങിന്റെ സമയം അപ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ അന്ന് ദീപാവലി ആയിരുന്നതിനാൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 300 രൂപ കൊടുത്ത് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ഈ ടിക്കറ്റ് ഉള്ളവർക്ക് വൺ സൈഡ് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ. തിരിച്ച് അവിടുന്ന് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരൊറ്റ ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് ആ ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ അധിക സമയം കന്യാകുമാരിയിൽ ചെലവഴിക്കാതെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചുപോയി. തലേ ദിവസം പ്ലാൻ ചെയ്ത പോലെ തന്നെ റോസ് മിൽക്ക് കുടിച്ചു നോക്കാനായിട്ട് വഴിയിലുള്ളൊരു കടയിൽ ഞങ്ങൾ ഇറങ്ങി. കന്യാകുമാരിക്ക് അടുത്തുള്ള തക്കലെ എന്ന സ്ഥലത്തെ FB ഷേക്സ് എന്ന ഷോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. വളരെ ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റിൽ ടേസ്റ്റി ആയിട്ട് തന്നെ എല്ലാ ഐറ്റംസും അവർ സെർവ് ചെയ്തു. $650 മില്ലി റോസ് മിൽക്കിന് വെറും 40 രൂപ മാത്രമേ ഇവിടെ വില വരുന്നുള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കോവളം ഇന്റർനാഷണൽ ബീച്ചിലേക്കാണ്. കന്യാകുമാരിയിൽ നിന്ന് കോവളത്ത് എത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെക്കുറിച്ചിട്ട് ചെറിയ ടെൻഷനൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ബീച്ചിനടുത്തായിട്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അംബ്രല്ലാസ് നമുക്ക് 1 മണിക്കൂറിന് 150 രൂപ നിരക്കിൽ ഇവിടെ റെന്റിനെടുക്കാൻ പറ്റും. വളരെ വൃത്തിയുള്ള ഒരുപാട് വിദേശികൾ വരുന്ന ഒരു ബീച്ചാണ് കോവളം ബീച്ച്. ലൈറ്റ് ഹൗസ് ബീച്ച്, ഹവ ബീച്ച്, സമുദ്ര ബീച്ച് എന്നിങ്ങനെ 3 ബീച്ചുകൾ കൂടിയിട്ടാണ് കോവളം ബീച്ച് ഉണ്ടായിട്ടുള്ളത്. ബീച്ചിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ബോട്ടിംഗ്, വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ ടിക്കറ്റ്സ് എടുക്കേണ്ടതുള്ളൂ. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വെള്ളവും ആഴം കുറവാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തിരുവനന്തപുരം സൂവിലേക്കാണ്. നന്ദൻകോടാണ് തിരുവനന്തപുരം സൂ മ്യൂസിയം കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. സൂവിന് പുറമെ നേപ്പിയർ മ്യൂസിയം, ശ്രീചിത്ര ആർട്ട് ഗാലറി എന്നിവ ഒരേ കോമ്പൗണ്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം കാണാനായിട്ട് നമുക്ക് ഒരു ദിവസത്തിനടുത്ത് ചെലവഴിക്കേണ്ടി വരും. ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റിൻ്റെ ഫീ എന്ന് പറയുന്നത് 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 30 രൂപയും 5നും 12നും ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ്. മുതിർന്ന ആൾക്കാരോട് ഒരുമിച്ചാണ് സൂ കാണാൻ പോകുന്നത് എങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് കാറിന് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് സമയമെടുക്കും ഇവിടെ മുഴുവൻ കറങ്ങി നടന്ന് കാണാനായിട്ട്. കാർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും, നടന്നിട്ടുള്ള ക്ഷീണം ഒഴിവാക്കാനും പറ്റും. പക്ഷേ പൊതുവേ കാറിന് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. പൊതുവെ കാണാത്ത ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം കൂട്ടിലിട്ടിരിക്കുന്നതിനെ ഒന്നും നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സൂവിനകത്തേക്ക് പ്ലാസ്റ്റിക്, പോളിത്തീൻ കവറുകളൊന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. വാട്ടർ ബോട്ടിൽസ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 20 രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ അതിൽ അവർ ഒട്ടിച്ചു തരും. മടങ്ങി വരുന്ന സമയത്ത് ആ ബോട്ടിൽ തിരികെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്.
ഏകദേശം 50-ലധികം ഏക്കർ സ്ഥലത്തായിട്ടാണ് ഈ ഒരു സൂ മ്യൂസിയം കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. പറ്റുമെങ്കിൽ ഇലക്ട്രിക് കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. അകത്ത് കയറുമ്പോൾ അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം 1 മണിക്കൂറിലധികം ദൂരം നടന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ചെറിയ ടീ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അങ്ങനെ ഏകദേശം 2 മണിക്കൂറിനടുത്ത് സമയമെടുത്തിട്ടാണ് സൂവിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ലഞ്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർട്ട് ഗാലറി, മ്യൂസിയം, അക്വേറിയം ഒന്നും കാണാൻ നിൽക്കാതെ ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് പോയി. ലുലു മോളിൽ നിന്നും ഭക്ഷണം കഴിച്ച് ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ രാത്രിയിലെ ട്രെയിനിൽ തിരിച്ച് നിലമ്പൂരിലേക്ക് വണ്ടി കയറി. ഇത്രയേ ഉള്ളൂ 2 ദിവസം നീണ്ടു നിന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം കന്യാകുമാരി യാത്രയുടെ വിശേഷങ്ങൾ. പുതിയ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ഒരുപാട് വീഡിയോസ് ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. സോ അതെല്ലാം കാണാനായിട്ട് കീപ് വാച്ചിങ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബൈ.